Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. അയ്യമ്പുഴയിലെ നിർദ്ദിഷ്ട ഗ്ലോബൽ സിറ്റി പ്രദേശത്ത് മന്ത്രി പി രാജീവും ജനപ്രതിനിധികളും സന്ദർശനം നടത്തി. ഗ്ലോബൽ സിറ്റി പദ്ധതിക്കായി അയ്യമ്പുഴ വില്ലേജിൽ 400 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത്. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. അതിനാവശ്യമായ ആദ്യഘട്ട ഫണ്ട് നമ്മളിപ്പോൾ കളക്ടർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം കൂടി വ്യക്തത വരുത്താതെ നമുക്ക് ഇതിലേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുക. ഇപ്പൊ ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഒരാൾക്ക് പറയാം. ബാക്കി ഇൻഫ്രാഡി കളക്ടറെയും ചുമതലപ്പെടുത്തുക. പഞ്ചായത്ത് ബാക്കിയുള്ളവർ ഇടപെട്ടിട്ട് പൊതുധാരണ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇതുമായി തന്നെ പോകാമെന്നാണ് കണക്കാക്കുന്നത്. ഇനി അതല്ല, ഞങ്ങൾക്ക് ഇതിന്നാൽ തന്നെയാണ് ഇത് വിൽക്കാനും ഇപ്പോ എംഎൽഎ പറഞ്ഞല്ലോ, ക്രയവിക്രയം ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് പിൻവലിച്ചാൽ മതി. ക്രയവിക്രയത്തിന്റെ തടസ്സം നമുക്ക് വേഗത്തിൽ തന്നെ ഇല്ലാതാക്കാം. ഈ പദ്ധതിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് പിൻവലിക്കാൻ കഴിയും. കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിൽക്കാനും വാങ്ങാനുള്ള തടസ്സമാണ് എംഎൽഎ പറഞ്ഞത്. അത് ആ തടസ്സം നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. അതാണ് നമ്മൾ കണ്ടെത്തുന്നത്. എന്നാൽ സർക്കാരിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെ ഒരു പദ്ധതി നമുക്ക് നാടിന്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന രൂപത്തിൽ തന്നെയാണ്. ഇൻവെസ്റ്റ് സമ്മിറ്റിലെല്ലാം ഒരു പ്രപ്പോസൽ ഉണ്ട്. ഒരു പ്രപ്പോസൽ ഇവിടെ തന്നെയാണ്, വലിയ ടൗൺഷിപ്പിന്റെ കിട്ടും. അത് എല്ലാ വർഷവും നോക്കാനുണ്ട്. എങ്കിലും അവർ തന്നെ ഉദ്യോഗസ്ഥർ നമ്മൾ ചുമതലപ്പെടുത്തിയിരുന്നു. നമ്മൾ ഏത് പ്രപ്പോസൽ വന്നാലും നോഡൽ ഓഫീസർ ഉണ്ടാവും. സാധ്യമാകുന്ന നിയമപ്രകാരം സാധ്യമാകുന്നില്ല. അവരും ഒരു വലിയ നിക്ഷേപമാണ് അതിനകത്ത് വന്നിട്ടുണ്ട്. 1500-2000 കോടി മറ്റൊരു നിക്ഷേപമാണ്. 2000 ആദ്യം കിട്ടും, 5000 വരെ എത്തുന്ന വലിയ നിക്ഷേപമാണ്. അതുകൂടി വരുമ്പോൾ അയ്യമ്പുഴ എന്നുള്ളത് ചിലപ്പോൾ ഇന്ത്യയിലെ തന്നെ നല്ലൊരു സ്ഥലമായിട്ട് മാറും. ആ സാധ്യതകളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ എല്ലാവരും കാണാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. സ്ഥലവും നോക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് കളക്ടറെയും ചുമതലപ്പെടുത്താം. നിങ്ങൾ ഏതെങ്കിലും 2-3 പദ്ധതികൾ കൂടി ഭൂ ഉടമകളുടെ അവരെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ഭാവിയിൽ ഈ സംരംഭം കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു പൊതുധാരണയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ഗവൺമെന്റിന്റെ ഈ പ്രിൻസിപ്പൽ കാഴ്ചപ്പാട് ഈ പദ്ധതി നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നടത്തുമ്പോൾ പത്താമത് അന്തരീക്ഷം ഉണ്ടായിരുന്നു. അയ്യമ്പുഴയുടെ തന്നെ മുഖച്ഛായ മാറ്റാൻ പര്യാപ്തമായ ഈ പദ്ധതി നടപ്പാക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ആവശ്യമായ സഹായം കേന്ദ്ര സർക്കാർ നൽകുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു. 500 ഏക്കർ സ്ഥലം ഇതിനായി സർക്കാർ ഏറ്റെടുക്കും. അതിനുള്ള രൂപയും സർക്കാരിന്റെ കയ്യിലുണ്ട്. കിഫ്ബി വഴിയായിരിക്കും പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അയ്യമ്പുഴ സെന്റ് മേരീസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ റോജി എം ജോൺ MLA അധ്യക്ഷത വഹിച്ചു. അന്ന് പലതരത്തിലുള്ള ആശങ്കകൾ ഇവിടെ പ്രദേശവാസികൾക്ക്, സ്ഥലമുടമകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ തന്നെ പലതരത്തിലുള്ള ശബ്ദങ്ങളും, പ്രത്യേകിച്ച് അതുമായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ആ പദ്ധതിയെ സംബന്ധിച്ച് അതിന്റെ ആവശ്യകത, കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും നിരവധി തവണ നമ്മൾ കിൻഫ്രയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിൽ നിന്ന് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളും മറ്റ് ഇവിടുന്ന് ജനപ്രതിനിധികളും ഒക്കെയായി, അതുപോലെ തന്നെ ഇവിടെ അന്ന് സമരമൊക്കെ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ആളുകൾ, അങ്ങനെ എല്ലാവരുമായി പല ആവർത്തി നമ്മൾ ചർച്ചകളൊക്കെ നടത്തിയാണ് നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ജില്ലാ കളക്ടർ NSK ഉമേഷ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KK ഷിബു, അയ്യമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് PU ജോമോൻ, CPIM അയ്യമ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.